നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആണ്. അതായത് പലരും വന്ന കമന്റ് ബോക്സിൽ വന്ന് ചോദിച്ചൊരു ചോദ്യമാണ്. അതായത് നമ്മൾ റൈറ്റ് സൈഡിൽ, കാരണം ലെഫ്റ്റ് സൈഡിൽ പലയിടത്തും പാർക്ക് ചെയ്യാനായിട്ടുണ്ട്. ഈ റൈറ്റ് സൈഡിൽ എങ്ങനെയാണ് കറക്റ്റായിട്ട് പാർക്ക് ചെയ്യുക? അതായത് സൈഡ് ചേർത്ത് അതുകൊണ്ടില്ല, ഈ ഒരു സൈഡ് ചേർത്ത് നമുക്കിപ്പോൾ ഇവിടെ വാഹനം കൊണ്ട് നിർത്തിയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു സൈഡ് ചേർത്ത്, അപ്പം അതിനുവേണ്ടിയിട്ട് ഞാൻ ഇവിടെ കൊണ്ടുവന്ന വണ്ടി ഈ ഒരു സൈഡ് ചേർത്ത് ആണ് ഇവിടെ ഗ്യാപ്പ് ഇടരുത്. കാരണം ചെറിയ റോഡുകൾ പലയിടത്തും ഉണ്ടാകും, വലിയ കൂടുതൽ തിരക്കുള്ളിടത്തും നമുക്ക് ഇതുപോലെ ചേർത്ത് എങ്ങനെയാണ് പാർക്ക് ചെയ്യുന്നത് അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യുന്നത് പലരും വന്ന് ചോദിച്ചു. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഈ ഒരു സൈഡ് ചേർത്ത് റൈറ്റ് സൈഡിൽ ഈ ഒരു സൈഡ് ചേർത്ത് എങ്ങനെയാണ് ഇടുന്നതാണ് ഈ ഒരു വീഡിയോയുടെ കാണിച്ചു തരാൻ പോകുന്നത്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാൻ മറക്കരുത്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു, മറ്റുള്ളവർക്കും ഉപകാരപ്പെടുമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കൊരു ഷെയറിംഗ് ആണെന്നുള്ള പലരും ഇങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ടുകളാണ് പലർക്കും ഉള്ളത്. കാരണം പലരും റോഡിൽ കൂടെ വണ്ടി ഓടിക്കും, പിന്നെ ഇതുപോലുള്ള സൈഡ് ചേർത്ത് പാർക്കിങ്, റിവേഴ്സ്, അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് ഇറക്കാൻ, ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളാണ് പലർക്കും ഉള്ളത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഉപകാരപ്പെടും ഇങ്ങനെയുള്ള ഒരു വീഡിയോകൾ. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് മറക്കാൻ എന്ത് ചെയ്യുക, മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി, നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ട്, വാഹനമുണ്ട്, വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ പേടിയാണ് എന്നുള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ കേരളത്തിന്റെ എല്ലാ ജില്ലകളിലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന്, നിങ്ങൾ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് നിങ്ങൾക്ക് പ്രാക്ടീസ് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ 8606190693 എന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. പലരും ഈ ഒരു സമയത്ത് എനിക്ക് പ്രായമാണ്, ഇനിയിപ്പോൾ എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ 15 വർഷമായി 20 വർഷമായി ലൈസൻസ് എടുത്തു, ഞാൻ പല പ്രാവശ്യം ഞാൻ പ്രാക്ടീസ് ചെയ്തു, എന്നാലും എനിക്ക് പറ്റുന്നില്ല, എൻ്റെ പേടിയാണ്, ഇനിയിപ്പോൾ ഈ ഒരു പ്രായത്തിൽ പറ്റത്തില്ലെന്ന് പലരും ഇരിക്കുന്നവരുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നു, നമുക്ക് പ്രായം ഈ ഡ്രൈവിങ്ങിൽ ഒരു പ്രശ്നമല്ല. നിങ്ങൾ ഏത് പ്രായത്തിലായിരുന്നാലും എന്നെ കോൺടാക്ട്, നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ എന്നെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഞാൻ ആദ്യം എടുത്ത് കാണിക്കാം, അതിനുശേഷം എങ്ങനെയാണ് എടുത്തത്, എങ്ങനെയാണ് കറക്റ്റായിട്ട് പാർക്ക് ചെയ്യുന്നത് ഞാൻ പുറകാലെ പറഞ്ഞുതരാം. ഞാനിത് ഇട്ടത് നിങ്ങളെ കണ്ടു മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. നമ്മൾ ആദ്യം എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, നിങ്ങൾ ഒരു കാരണവശാലും ആദ്യം എന്ത് ചെയ്യരുത്, ഫ്രണ്ട് കൊണ്ട് ഇങ്ങനെ നിങ്ങൾ ചേർത്ത് നിർത്താൻ നോക്കരുത്. നമ്മൾ ആദ്യം ചെയ്യണം, നമ്മൾ ഈ ഒരു സൈഡ് ചേർത്തിട്ട് ഫ്രണ്ടിനെ എന്ത് ചെയ്യണം, ലെഫ്റ്റ് സൈഡിലേക്ക് ആക്കണം. ലെഫ്റ്റ് സൈഡിലേക്ക് സ്റ്റിയറിംഗ് ലെഫ്റ്റ് സൈഡിലേക്ക് ആക്കി മുന്നോട്ട് പോവുക. മുന്നോട്ട് പോയിട്ട് എന്ത് ചെയ്യണം, റിവേഴ്സ് ഗിയർ കൊടുത്ത് നമ്മൾ റൈറ്റ് സൈഡിലോട്ട് സ്റ്റിയറിംഗ് തിരിച്ച് റിവേഴ്സ് വരിക. റിവേഴ്സ് വന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ ബൈക്കിലെ വീൽ ഈ ഒരു ഭാഗത്തായിട്ടാവുക. ഈ ഒരു രീതിയിലായി കഴിയുമ്പോൾ എന്ത് ചെയ്യാം, നമ്മൾ സ്റ്റിയറിംഗ് തിരിച്ചു പിടിക്കുക. തിരിച്ചു പിടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്തോളൂ, കറക്റ്റ് ആയിട്ട് ആ വണ്ടി ബാക്കിലേക്ക് വരും. നമുക്ക് ഈ ഒരു ഗ്യാപ്പിൽ കറക്റ്റ് നമുക്ക് എത്രയാണ് സ്പേസ്, അപ്പോൾ കറക്റ്റ് നമുക്ക് ആ ബാക്കിലേക്ക് വരുന്നതിനനുസരിച്ച് ഗ്യാപ്പിലേക്ക് പോകാതെ, ബാക്കിലെ വീല് ഗ്യാപ്പിലേക്ക് പോകാൻ എന്ത് ചെയ്യുക, അവിടെ വണ്ടി നിർത്തിക്കൊണ്ട് നമ്മൾ സ്ട്രെയിറ്റ് ആക്കുക വീല്. ആ സ്ട്രെയിറ്റ് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, കറക്റ്റ് ആയിട്ട് ചേർന്ന് വയ്ക്കും. നമ്മൾ പിന്നെ ബാക്കിലേക്ക് നമ്മൾ ഇവിടെ ഗ്യാപ്പായി നമ്മൾ ബാക്കിലേക്ക് വരുമ്പോൾ ഇവിടെ ബാക്കിലെ വീല് ഇങ്ങനെ ഗ്യാപ്പായി വരുമ്പോൾ എന്ത് ചെയ്യും, ഫ്രണ്ട് സൈഡിൽ നിന്ന് മുട്ടുകയും അതുപോലെ തന്നെ ടച്ച് ആകുകയും ചെയ്യും. അതുപോലെ തന്നെ ബാക്ക് സൈഡ് എന്ത് ചെയ്യും, ഒതുങ്ങാതെ ഗ്യാപ്പിലായിരിക്കും കിടക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഇവിടെ കറക്റ്റായിട്ട് നമുക്ക് കയറുന്ന ആ ഒരു സ്പേസ് ഗ്യാപ്പ് ആയതിനു ശേഷം എന്ത് ചെയ്യുക, വീല് സ്ട്രെയിറ്റ് ആക്കിയതിനു ശേഷം എന്ത് ചെയ്യുക, അവിടെ നിർത്തുക. അപ്പോൾ എന്ത് ചെയ്യും, കറക്റ്റായിട്ട് രണ്ട് സൈഡ് ഒരുപോലെ ആയിരിക്കും, സ്ട്രെയിറ്റ് ആയിട്ട് ചേർന്ന് നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ കാണിച്ച് പറഞ്ഞത് മനസ്സിലായി വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ആ കമന്റ് ബോക്സിൽ വന്നറിയിക്കുക. നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.